ഈ ഷെഡ്യൂളിലെ ലാസ്റ്റ് എപ്പിസോഡിലെ ലാസ്റ്റ് പെർഫോമൻസും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആ സെലക്ഷൻ പ്രോസസ്. അതെ. അപ്പോ ഇനി ജഡ്ജസ് ഡിസൈഡ് ചെയ്തു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ പാറു, അതിനൊരു മാറ്റവും ഇല്ല. അപ്പം അത് കഴിഞ്ഞ 2 ഷെഡ്യൂളായിട്ട് അറിയാമല്ലോ, അവരുടെ പെർഫോമൻസ് വെച്ച് നോക്കിയാലും അവർക്കും അത് അത്രയ്ക്കൊന്നും നന്നായിട്ട് പെർഫോം ചെയ്യാനും പലർക്കും പറ്റിയിട്ടില്ല. ഇപ്രാവശ്യത്തെ ഈ റിസൾട്ട് ശരിക്കും ഞങ്ങൾ തന്നെ ഷോക്ക്ഡാണ്. മാർക്സ് നോക്കുമ്പോഴത്തേക്ക്, പെർഫോമൻസ് നോക്കുമ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ പെർഫോമൻസസിൽ നിന്നും വളരെ വ്യത്യസ്തമായ മാർക്സാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. അപ്പം അത് ഇവർ തന്നെ തീരുമാനിക്കണം ഇവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ടോപ്പ് 5 ആരൊക്കെയാണെന്നുള്ളത് വിളിക്കാം. അതിന് മുന്നേ എല്ലാരെയും വിളിക്കട്ടെ. വിളിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും എത്തി. നമ്മളെന്തായാലും ഇതിനോടൊക്കെ എല്ലാവരും യൂസ്ഡായി. അപ്പോൾ ആ ഒരു ടോപ്പ് 5 സെലക്ട് ചെയ്യാം. തീർച്ചയായും. അപ്പോൾ ആരാണ് ഈ ഷെഡ്യൂളിലെ 5th പൊസിഷൻ? ടോപ്പ് 5 കണ്ടസ്റ്റൻസിലെ അതിൽ 5th പൊസിഷൻ അർച്ചൻ. അർച്ചന, സർ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സർ. നാച്ചുറലി സേഫ് ആണെന്ന് നമ്മൾ ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ടോപ്പ് 5 5th പൊസിഷനാണ്. ഓക്കെ, ഇനി 4th പൊസിഷൻ. ഇനി 4th പൊസിഷനിൽ ഉള്ളത്, ഞാനിവരുടെ മാർക്സാ നോക്കുന്നത്, എല്ലാം ഡെസിമൽസ് ആണ്, പോയിന്റ് വെച്ചിട്ടാണ് ഓരോരുത്തർ തമ്മിലുള്ള വ്യത്യാസം. 4th പൊസിഷനിലുള്ളത് സഞ്ജയ്. സഞ്ജയ്, കൺഗ്രാറ്റുലേഷൻസ്. കൺഗ്രാറ്റ്സ് സഞ്ജയ്. കൺഗ്രാറ്റ്സ് സഞ്ജയ്. ഇനി Next. 3rd പൊസിഷൻ. ശിവനന്ദ. ശിവനന്ദ ഭയങ്കര ഇംപ്രൂവ്മെന്റ് ആണ് കേട്ടോ. നമ്മളെ താഴോട്ട് പോകാതെ Very good, very good. നോക്കാം. വെരി ഗുഡ്. താങ്ക് യു സർ. കൺഗ്രാറ്റുലേഷൻസ്. ചേച്ചി. അങ്ങനെ 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന കുട്ടി എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു കുട്ടിയാണ് തേജസ്. തേജസ് ഫസ്റ്റ് ടൈം ആണോ ടോപ്പ് 5-ല്? ഫസ്റ്റ് ടൈം ആണ് തേജസ്. തേജസ്, കൺഗ്രാറ്റുലേഷൻസ് തേജസ്. കൺഗ്രാറ്റ്സ് 4 പേർക്ക്. ഈ ഫസ്റ്റ് പൊസിഷൻ ആണ് അത്ഭുതം. പറയട്ടെ, സ്ത്രീ ശക്തിയാണ് പാറു. ശ്രേയ. അത് ശ്രേയക്ക് തന്നെ അറിയാം. അതെ, നമുക്ക് എല്ലാവർക്കും അറിയാം. ശ്രേയ, കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ്. ഈ 5 പേരും ഞങ്ങളെ ഇപ്രാവശ്യം ഞെട്ടിച്ചവരാണ്. ഇതിന് മുന്നേ ടോപ്പ് 5-ല് വന്നവരൊക്കെ റിപ്പീറ്റഡ്ലി ടോപ്പ് 5-ല് വന്നുകൊണ്ടിരുന്നവരാ. അപ്പൊ ഇംപ്രൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്താം എന്നുള്ള മനസ്സിലായില്ലേ? അതെ. ഇനിയും അതുപോലെ കീപ് ഇറ്റ് അപ്പ്. അപ്പൊ നിങ്ങൾ സേഫ് ആണ്, നിങ്ങൾക്ക് ഇരിക്കാം. കൺഗ്രാറ്റുലേഷൻസ് ടോപ്പ് 5. നമ്മുടെ ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡ്രാമയോ പരിപാടികളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതിന്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ലാത്ത, അതാണ് നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ബോട്ടം 5-ലുള്ള 5 പേരെ ഒറ്റയടിക്ക് ഞാനും വിളിക്കാം. ഓക്കെ, അതായത് ഈ ഷെഡ്യൂളില് ഡേഞ്ചർ സോണിൽ വരുന്ന 5 പേരെ ഒറ്റയടിക്ക് സ്റ്റേജിലേക്ക് വിളിക്കാം. വേറെ ഡ്രാമയോ കാര്യങ്ങളൊന്നുമില്ല. കീർത്തി, അർജുൻ, അക്ഷയ്, ഗോവിന്ദ് ആൻഡ് യഷ്. ബാക്കി എല്ലാവരും സേഫാണ്, സീറ്റിൽ പോയിരിക്കാം. കൺഗ്രാറ്റുലേഷൻസ്.
പിന്നെ നമുക്കറിയണം എന്ത് എവിടെ എങ്ങനെ പാളി. അതിൽ ഏറ്റവും ഫസ്റ്റ് നമുക്ക് യശിനോട് തന്നെ അത് തന്നെ ചോദിക്കാം എന്നാണ് പിന്നെ എനിക്ക് തോന്നുന്നത്. ഉറപ്പായിട്ടും. ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ടോപ്പ് മാർക്ക് വാങ്ങിയ കണ്ടസ്റ്റന്റ് ആണ്. വാട്ട് ഹാപ്പൻഡ് യശ്? വേർ ഡിഡ് യു ഗോ റോങ്? കഴിഞ്ഞ എപ്പിസോഡിൽ ഡുവറ്റ് പെർഫോമൻസിൽ കുറച്ച് എനിക്ക് വിഷമമായി. പക്ഷേ അത് കുറച്ച് നേരം ഒന്ന് ആലോചിച്ച് ഞാൻ ആക്ച്വലി ജഡ്ജസ് പറഞ്ഞ എല്ലാം കാര്യം ഞാൻ ആക്ച്വലി അഗ്രി ചെയ്യുന്നുണ്ട്. കാരണം ആദ്യം വന്ന യശ് ഒരു മലയാളം നല്ല വശം ഇല്ലാത്തൊരു ആളായിരുന്നു. പിന്നെ വരുന്ന മലയാളമൊക്കെ എഴുതി വായിച്ച് പഠിക്കുന്ന ഒരാളായിരുന്നു. ഒരു യശ് 2.0 പറഞ്ഞൊക്കെ ആള് വന്നു. ഉറപ്പായിട്ടും. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ആ സെയിം 2.0 ഇവിടെ തന്നെ കൊണ്ടുവന്നു. അപ്പം അത് ഇവിടെ വർക്കൗട്ട് ആയില്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ്. എനിക്കിവിടെ നിൽക്കാൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇനിയും ഉണ്ടെങ്കിൽ ആ ഒരു യശ് 3.0 കൊണ്ടുവരും. ഇനിയും കുത്തിയിരുന്ന് വർക്കൗട്ട് ചെയ്യും. ആ സ്പിരിറ്റ് വേണം എപ്പോഴും. ഓക്കെ, കീർത്തി. കഴിഞ്ഞ സ്കെഡ്യൂളിൽ എനിക്ക് രണ്ടാമത്തെ പൊസിഷനിൽ എത്താൻ പറ്റിയതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കരുതുന്നത്. എനിക്ക് ഇതുവരെ ടോപ്പ് 5 സെക്കൻഡ് പൊസിഷനിൽ ഇതുവരെ പെട്ടികളൊന്നും എനിക്ക് തുറക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ സൂപ്പർ സ്റ്റാറിന്ന് ഇറങ്ങുവാണെങ്കിൽ ഏറ്റവും എൻ്റെ എന്താ പറയുക സന്തോഷമായിട്ടുള്ള മൊമെൻ്റ് അത് മാത്രമായിരിക്കും. ഈ പ്രാവശ്യത്തെ സ്കെഡ്യൂളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ശബ്ദം എൻ്റെ കൂടെ നിന്നില്ല എന്ന് മാത്രമുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് എത്ര ശ്രമിച്ചിട്ടും എനിക്ക് പറ്റിയില്ല. എല്ലാവർക്കും ആ പ്രശ്നം ഉണ്ടായിരുന്നു, ഞാനടക്കം. അപ്പോൾ അതിലൊരു സങ്കടമുണ്ട്. ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് അർജുൻ. എനിക്ക് ലൈക്ക് കഴിഞ്ഞ 2 പെർഫോമൻസ് എനിക്ക് മുമ്പത്തെ സ്കെഡ്യൂളിനായിട്ടും ഐ കുഡ് പെർഫോം ബെറ്റർ. എനിക്ക് ഞാൻ എന്നെ തന്നെ വിശ്വസിച്ച് ഐ കുഡ് പെർഫോം ബെറ്റർ. ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കി, കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്തു. പക്ഷെ ലാസ്റ്റ് പെർഫോമൻസ് എന്താണെന്ന് അറിയില്ല, എനിക്ക് പെട്ടെന്ന് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് അവിടം വരെ നന്നായി പാടാൻ പറ്റിയിട്ട് ഇവിടെ കയറിയപ്പോൾ സഡൻലി എനിക്ക് എന്താ പറ്റിയെന്നറിയില്ല. അത് ആക്ച്വലി അർജുനിലാണ് നമ്മൾ ആക്ച്വലി ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് നമ്മൾ കണ്ടത്. കാരണം അർജുൻ ഉഗ്രനായിട്ട് പാടുന്നു, പക്ഷെ അവസാനത്തെ 2 എണ്ണം എന്തോ കൈവിട്ടു പോയി അർജുനെ. സാർ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എൻ്റെ അച്ഛൻ എൻ്റെ മുമ്പിൽ വന്നിട്ട് കരഞ്ഞത്. അയ്യോ, എൻ്റെ അച്ഛൻ ഇതുവരെ ആരും മുമ്പിലും കരഞ്ഞിട്ടില്ല. സോ ലൈക്ക് പിന്നെ എനിക്ക് അച്ഛൻ കാര്യം എന്താണെന്ന് എനിക്ക് പറ്റി. എല്ലാവരും ഇത്ര എഫേർട്ട് ഇടുന്നുണ്ട്, നല്ല ഗ്രൂമേഴ്സ് ഉണ്ട്, നീ പഠിപ്പിക്കണ സാർ അറ്റ്ലീസ്റ്റ് അവർക്ക് വേണ്ടെങ്കിലും പാട്. ഇത്ര അച്ഛനമ്മ ഇത്ര അവർ ഹോട്ടൽ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. എനിക്ക് അവരോട് തിരിച്ചു കാണിക്കാൻ ഇല്ല. ഇതിൽ ഞാൻ പറഞ്ഞില്ല അർജുന, ഇതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ ഒരു ഫിസിക്കൽ കണ്ടീഷൻ ഉണ്ട്, നമ്മുടെ മെന്റൽ കണ്ടീഷൻ ഉണ്ട്, പ്രഷർ എന്ന് പറയുന്ന വേറൊരു സംഭവമുണ്ട്. ഇതൊക്കെ നമ്മുടെ പെർഫോമൻസിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ആട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളതൊന്ന് ചാനൽ ചെയ്യുക എന്നുള്ളതാണ്. എവിടെ വെക്കണം എന്നുള്ളത് നമ്മളൊന്ന് ചാനൽ ചെയ്യുക. സാർ എനിക്കൊരു കാര്യം പറയാനുള്ളത്. സോറി ഡാഡ്, ഐ കുഡ്ന്റ് മേക്ക് പ്രൗഡ് ഓഫ് യു. ഐ വിൽ മേക്ക് യു പ്രൗഡ് വൺ ഡേ. ലവ് യു. അർജുന, ഈ ഒരു ഒറ്റ ആറ്റിറ്റ്യൂഡ് മതി ലൈഫിൽ സക്സീഡ് ചെയ്യാൻ, കേട്ടോ. ഐ നോ യു വിൽ ബി ക്രൈയിങ് ബട്ട് സോറി. അല്ല അർജുൻ വേറൊരു കാര്യം പറയട്ടെ. അർജുൻ നല്ലൊരു കാര്യം. ഗോൾഡൻ വേർഡ്സ് ആണ് അർജുൻ. ഞാനൊരു കാര്യം പറഞ്ഞു, ഒരു നിസ്സാര കാര്യം ഒന്ന് കേൾക്കാൻ. ബിക്കോസ് എൻ്റെ അച്ഛനാണ്. അത് ആയിക്കോട്ടെ, ഞാൻ പറയുന്ന ഒറ്റ കാര്യം കേട്ടോ. ഇവിടെ പ്രസന്റ്ലി ഇവിടെ വന്നിരിക്കുന്ന അല്ലെങ്കിൽ മലയാള സിനിമയിലുള്ള ആരും തന്നെ ഒരു ലിമിറ്റ് വരെ ദാസേട്ടൻ, ജയേട്ടൻ, ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേര്, ഒരുപാട് പാട്ടുകാർ ആരും ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് വന്നതല്ല. അല്ല ഇപ്പോൾ ഉള്ള ഇതിനകത്ത് കുറച്ച് എന്താ മിസ് ഹാപ്പനിങ്സ് ഉണ്ടായി. ജസ്റ്റ് മറക്കുക. You have a very bright future. You will become a great singer. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഫ്രണ്ട്സ് ലൈക്ക് എനിക്ക് ഭയങ്കര ഫാമിലി പോലെ ഉള്ള കണ്ടസ്റ്റൻസ് ആണ് എല്ലാവരും. അജിൽ, ഹന, ശിവാനി, ലവ് യു ഗൈസ്. എനിക്ക് അറിയില്ല എന്താ പറയാന്നറിയില്ല. യു ഗൈസ് സപ്പോർട്ടഡ് മീ സോ മച്ച്. താങ്ക് യു ഫോർ എവറിഥിങ്. ആൻഡ് പാറു, യു ആർ വെരി വെരി ഗ്രേറ്റ് സപ്പോർട്ടർ. താങ്ക് യു.
അത്രേ ഉള്ളൂ സാർ എനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞു. അർജുൻ ഇനി ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ തന്നെയാണ്, കാരണം അസാധ്യമായിട്ട് ഒരു പാടുന്നതാണ്. കാര്യം കൂടി ഞങ്ങളുടെ നീ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് 100 കാര്യം പറഞ്ഞപ്പോ ഞങ്ങളിവിടെ പാടുന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്ക് മെയിൻ പില്ലേഴ്സ് ആണ് ഞങ്ങളുടെ ഗ്രൂമേഴ്സ്. അതെ അതെ അതെ. സോറി മാം, എനിക്ക് മാമിന് മാം പറയാറുണ്ട്, ബട്ട് സോറി ഐ കുഡന്റ്, മാമിന് മുമ്പിൽ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, റിയലി സോറി. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് അർജുനെ. നമ്മളെ തന്നെ അങ്ങ് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ എൻഡ് പോയിന്റ്. അപ്പൊ അതുകൊണ്ട് ഡിസ്ഹാർട്ടൻഡ് ആവരുത്. ഓക്കെ സാർ, കേട്ടോ? കൂടുതലായിട്ട് അതല്ല, അച്ഛനും അമ്മയുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ കൂടെ കാണും, എപ്പോഴും കാണും. ഉറപ്പായിട്ടും കേട്ടോ. അവർക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളും അതിനൊന്നും നമ്മൾ വിഷമിക്കുകയേ ചെയ്യരുത് അർജുനെ, കേട്ടോ. നമ്മൾ എല്ലാവരും ഇതിന്റെ അപ്പുറത്തെ വിഷമം താണ്ടി വന്നിരിക്കുന്ന ആളുകളാണ്, അത് മനസ്സിലാക്കിയാൽ മതി. എപ്പോഴും അച്ഛനും അമ്മയുടെ ആ സ്നേഹം, ആ അനുഗ്രഹം ഉണ്ടാവും ഗുരുവിന്റെ. സാർ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു മാത്രമേ. റിലാക്സ്. പറയൂ ആൽമരം, നിന്റെ കാര്യം. ഇത് ഇവിടെ എങ്ങനെ എത്തിപ്പറ്റിയെന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതാണ് എന്താണ് ഇപ്രാവശ്യം സംഭവിച്ചത്? പ്രാക്ടീസ് കുറഞ്ഞോ അതോ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് കുറവൊന്നും ഉണ്ടായിരുന്നില്ല സാർ, പക്ഷെ ഇവിടെ വന്നിട്ട് പെർഫോം നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റിയില്ല. എല്ലാ ദിവസവും ഈ ചമയലും സംഗീതവും ഒരുപോലെ ഇരിക്കില്ല എന്ന് പറയും. അതെ, കാരണം എല്ലാ ദിവസവും നമ്മൾ സാമ്പാർ വയ്ക്കുകയാണെങ്കിൽ എപ്പോഴും ഒരുപോലെ ഇരിക്കുമല്ല, ഇത്തിരി മാറ്റമൊക്കെ ആണ്. അതുപോലെ തന്നെയാണ് സംഗീതവും. നമ്മൾ ഓരോ ദിവസം പാടുമ്പോഴും ശകലം അങ്ങോട്ടും ഒക്കെ വ്യത്യാസം കാണും. അത് തലയിലെഴുത്ത് അത്രേ ഉള്ളൂ. ബട്ട് തലയിലെഴുത്തെന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്, നന്നായിട്ട് കഠിനാധ്വാനം വേണം. സൂപ്പർ സ്റ്റാർ സീനിയർ എന്ന് പറയുന്നത് ലോകമെമ്പാടും എല്ലാവരും കാണുന്നൊരു പ്രോഗ്രാമാണ് ഇപ്പോഴും. എല്ലാവരും ലോകമെമ്പാടും, ഞാൻ ഒരു രാജ്യം പറയുകയല്ല, ലോകമെമ്പാടും. അതുകൊണ്ട് നിങ്ങളാണ് ഇതിൻ്റെ പില്ലേഴ്സ്. ഞങ്ങൾ ഇവിടെ ഇരുന്ന് വെറുതെ പറയുന്നതേ ഉള്ളൂ. നിങ്ങളെ എന്താണ് നിങ്ങളുടെ മിസ്റ്റേക്സ് ഒക്കെ കറക്റ്റ് ചെയ്ത് തരുന്നതേ ഉള്ളൂ. നിങ്ങളാണ് ഇതിൻ്റെ യഥാർത്ഥ രാജാക്കന്മാർ. അതുകൊണ്ട് പ്ലീസ്. ഓക്കെ സാർ. ഗോവിന്ദിന് എന്ത് സംഭവിച്ചു? എനിക്ക് കുറച്ച് ഇടയായിട്ട് ഇപ്പോൾ ശ്രുതി പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് അലട്ടുണ്ട്. പ്രത്യേകിച്ച് ഫ്ലോറിൽ കയറുമ്പോൾ നല്ലപോലെ ചില പെർഫോമൻസിന് ഭയങ്കര അറിയാത്ത പോലത്തെ ഒരു ഇത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് സോർട്ട് ചെയ്യാൻ നോക്കി കുറേ, പക്ഷെ അത് എന്തോ പറ്റിയുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം. അല്ല മോനെ, അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യും തോറുമേ അത് നന്നാവുള്ളൂ. ഇന്ന് പ്രാക്ടീസ് ചെയ്തു നാളെ ശരിയാവില്ല, അത് ചെയ്തുകൊണ്ടിരിക്കണം, അപ്പോഴേ അത് ഭംഗിയാവുള്ളൂ. അതാണ് ഗോവിന്ദിൽ നമുക്ക് തോന്നിയ ഒരു കാര്യം. ശ്രുതിയായിരുന്നു മെയിൻ വില്ലൻ ഇപ്രാവശ്യം. എന്തായാലും അതൊക്കെ നേരെ ആവട്ടെ, പ്രാക്ടീസ് നിർത്തണ്ട. ഡേഞ്ചർ സോണിലെത്തി അതൊന്നും ഇവിടുത്തെ കാര്യമല്ല. ഭാവിയിൽ ഒരു സിംഗർ ആവണമെങ്കിൽ ഈ പ്രാക്ടീസ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം. അതല്ല, അത് മാത്രമല്ല ഗോവിന്ദ, നമ്മൾ ഒരു ദിവസം ഇത്ര നേരം എന്ന് പറഞ്ഞാൽ അത് ദിവസങ്ങൾ വേണം ചെയ്യാൻ. അല്ലാതെ ഒരാഴ്ചത്തെ പ്രാക്ടീസ് ഒരു ദിവസം കൊണ്ടല്ല ചെയ്യാൻ. അത് സുപ്രധാനമായിട്ട് നിങ്ങൾ എപ്പോൾ അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്ക് കൺട്രോൾ ഉണ്ടാവും. നമ്മൾ പാടുമ്പോൾ പിടിച്ചാൽ നിൽക്കും. കാര്യം ചെറുപ്പമല്ലേ നിങ്ങളൊക്കെ. അപ്പോൾ അത് നോക്കുക. നമുക്ക് ശ്രുതി ഞാൻ പറഞ്ഞല്ലോ, ഒരു ഐറ്റം കൊണ്ടുതരാം ഞാൻ. അത് എന്ത് സംഭവിച്ചാലും ഞാനത് തരും, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അത് പ്രയോജനപ്പെടുത്തണം. ഇപ്പം ഗോവിന്ദ് ഒട്ടും പാടാൻ അറിഞ്ഞുകൂടാത്ത ഒരാളായിരുന്നെങ്കിൽ ഞാനത് ചെയ്യുമോ? ഗോവിന്ദന് ഡെഫിനറ്റായിട്ട് ഒരു കഴിവുണ്ട്, ഒരു നല്ല ശബ്ദമുണ്ട്. അപ്പോൾ ഇതൊരു മൈനസ്. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഐറ്റമാണ് ഞാൻ തരുന്നത്. അത് ഡെഫിനറ്റായിട്ട് തരും ഗോവിന്ദ്. അത് പ്രയോജനപ്പെടുത്തിക്കൊള്ളുക, കേട്ടോ? ഉറപ്പായിട്ട് സാർ. പിന്നെ അതുപോലെ എനിക്ക് ഈ ഒരു അമൃത TV ചാനലിനോട് ആദ്യം നന്ദി പറയണം. കാരണം എനിക്കൊരു ഫ്ലോറിൽ കുറേ നാൾക്ക് ശേഷം ഒരു പ്ലാറ്റ്ഫോം ഇപ്പോൾ സൂപ്പർ സ്റ്റാറിൽ കൂടെ പെർഫോം ചെയ്യാൻ സാധിച്ചു. അതിൽ വളരെ ഹാപ്പിയാണ്. ഇപ്പോൾ നമ്മുടെ അമ്മയാണെങ്കിലും ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടുണ്ട്. അതുപോലെ ഇവിടെ തന്നെ കുറേ നമ്മുടെ ക്രൂ മെമ്പേഴ്സ്, നമ്മുടെ സതീഷ് സാറ് ടീമും, അതുപോലെ ഫുൾ ക്യാമറ, സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ മേക്കപ്പ്, എല്ലാവരും ഭയങ്കര നമുക്ക് സപ്പോർട്ടാണ്. അതുപോലെ കണ്ടസ്റ്റൻസ്, നമ്മുടെ എല്ലാവരും കണ്ടസ്റ്റൻസിന് ഉപരി നല്ല ഫാമിലി പോലെ തന്നെ എല്ലാവരും. അതുപോലെ ഓർക്കസ്ട്ര, പിന്നെ നമ്മുടെ ഗ്രൂമേഴ്സ്, ടീച്ചർ ടീച്ചർ റൂബേഷ് സാറ്, ഇപ്പോൾ പുതുതായിട്ട് നമ്മളെ ഗ്രൂമറായിട്ട് അരുൺ ചേട്ടൻ നല്ല അടിപൊളി സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ എനിക്ക് മെയിൻ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മുമ്പിലിരിക്കുന്ന 4 ലെജൻസ്, അത്രയും അടിപൊളി. MG സാറ്, ശരത് സാറ്, മഞ്ജരി മാം, അതുപോലെ ഷാനക്ക, ഇവരൊക്കെ ഉള്ള ഒരു ഫ്ലോറിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയ വലിയ ഭാഗ്യമാണ്. അതുപോലെ ശരത് സാറിൻ്റെ സിനിമയിൽ കോറസ് പാടിയല്ലോ ഓൾറെഡി. അത് പറയാൻ പറയുന്നു. ഷാനക്കയുടെ മൂവിയിൽ ഒരു കോറസ് പാടാൻ പറ്റി. അത് MG സാറ് പാടിയ
song കൂടിയാണ്. പിന്നെ അതും ഒരു സൂപ്പർ സ്റ്റാർ സീനിയർ അതെ അതെ ഇൻ ഹൗസ് പരിപാടി പോലെയല്ലേ? അതുപോലെ ശരത് സാറ് മറ്റേ റംസാൻ ചെയ്ത പാട്ടിലും കോറസിന് പാട്ടാൻ പറ്റി. അത് ഭയങ്കര നല്ല ഒരു സന്തോഷമാണ്. അതുകൊണ്ട് കോറസ് അല്ല മെയിനായിട്ടാണ് വേണ്ടത് കേട്ടോ. അത് ഡെഫിനറ്റ് ആയിട്ട് അത് നടക്കും ഉറപ്പായിട്ട്. അപ്പൊ ഇനി നമുക്ക് പ്രോസസ്സിലേക്ക് ഓക്കെ. കടക്കാം. അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളിനി കൂടുതൽ ഡ്രാമയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത്തവണ എലിമിനേറ്റ് ആവാൻ പോകുന്നത്, കഴിഞ്ഞ തവണ നമ്മൾ 4 പേര് എന്നായിരുന്നു പറഞ്ഞത്. 4 പേരല്ല ഇത്തവണ നമ്മൾ, കാരണം എല്ലാവർക്കും കാരണം ഇത്തവണ ഹെൽത്ത് വൈസും ഓരോരുത്തർക്കും ഓരോ ഇഷ്യൂസൊക്കെ ഉള്ളത് കാരണം ഇത്തവണ 2 പേരാണ് പോകുന്നത് ഇവിടുന്ന്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ മാർക്സ് പറയുന്നില്ല, ഏറ്റവും കൂടുതൽ മാർക്സ് ഉള്ള അടിസ്ഥാനത്തിൽ ഞാൻ ആ 3 പേരുടെ പേര് ഞാൻ Safe പറയാം. ആയവരുടെ. എക്സാക്ട്ലി മഞ്ജരി പറഞ്ഞ പോലെ സേഫ് ആയിട്ടുള്ള 3 പേരുടെ പേര് പറയാം. ഫസ്റ്റ് സേഫ് ആവുന്നത് കീർത്തി. ഓക്കെ, അപ്പം കൺഗ്രാറ്റുലേഷൻസ് കീർത്തി. ഇനിയും ഹാർഡ് വർക്ക് ചെയ്യുക. അവസാനത്തെ പെർഫോമൻസ് ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. ഓക്കെ, ഗുഡ്. എല്ലാവരും. പിന്നെ അടുത്തത് സേഫ് ആവുന്നത് അക്ഷയ്. അക്ഷയ് സേഫാണ്. അക്ഷയ്ക്ക് പോയിട്ടിരിക്കാം. കൺഗ്രാറ്റുലേഷൻസ് അക്ഷയ്. വർക്ക് ചെയ്യണം കേട്ടോ. കൺഗ്രാറ്റ്സ്. ഇനി ഒരാളൂടെ. ഇനി ഒരാൾ കൂടെ. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ഒട്ടും പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു രീതിയിലല്ല ഇത്തവണ പോയത്. എല്ലാം മൊത്തത്തിൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള റിസൾട്ടാണ് ഇത്തവണ. ഏറ്റവും ടോപ്പിൽ നിന്ന് യശ് ഇവിടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും എനിക്കൊന്ന് വലിയ വിഷമമുള്ള കാര്യം അത്. ഞെട്ടലായിരുന്നു. ഇവിടെ ഇങ്ങനെ നിങ്ങൾ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും എല്ലാ എലിമിനേഷൻ പ്രൊസീജിയറിലും പറയുന്നത് പോലെ ഇതിൻ്റെ ഒരു പാറ്റേൺ ആണ്. ഏതൊരു ഷോ ആണെങ്കിലും എലിമിനേഷൻ പ്രൊസീജിയറുണ്ട്. അത് ഈ ഷോയുടെ ഒരു പ്രൊസീജിയറാണ്. ആ സേഫായ ആള് യശ്. താങ്ക് യു സർ. താങ്ക് യു. കൺഗ്രാറ്റ്സ് യശ്. കൺഗ്രാറ്റ്സ്. പ്ലീസ്. അപ്പോ ഈ ഷെഡ്യൂളില് തൽക്കാലം നമ്മളെ വിട്ടു പോകുന്നത്, അതെ, നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ. അതെ, yes. തൽക്കാലം നമ്മളോട് വിട പറയാൻ പോകുന്ന 2 പേരെന്ന് പറയുന്നത്, അതെ, പ്യോർലി മാർക്കിന്റെ ബേസിസിൽ നമ്മളെ വിട്ടു മാർക്കിന്റെ പോകുന്നത് ബേസിസിൽ അർജുൻ ആൻഡ് ഗോവിന്ദാണ്. യെസ്. ജഡ്ജസ് യെസ്. ഓക്കെ. അപ്പൊ MG സർ, അർജുന മെമന്റോ. ഷാനിക മഞ്ജു ചേച്ചി സർട്ടിഫിക്കറ്റ്. ശരത് സർ. MG സർ ഗോവിന്ദ്. ഷാനിക മഞ്ജരി ചേച്ചി സർട്ടിഫിക്കറ്റ്. ശരത് സർ ക്യാഷ് പ്രൈസ്. ഓക്കെ, അർജുൻ ആൻഡ് ഗോവിന്ദ്, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പൊ ശരത് സർ, നമുക്കിനി ആ ടോപ്പ് 3 കണ്ടസ്റ്റൻസിന് ക്യാഷ് പ്രൈസ് കൊടുക്കണ്ടേ? ഓക്കെ, ടോപ്പ് 3: ശ്രേയ, തേജസ്. ശിവനന്ദ.